Hello YouTube, welcome back to another vlog. So എൻ്റെ പേര് വിഷ്ണു, ചാനലിൻ്റെ പേര് വിരാക്കലി. സോ ചാനലിലോട്ട് ഫസ്റ്റ് ടൈം വരുവാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സോ ഇന്നലെ കാരക്കുടിയിൽ ഒരു വലിയൊരു ഉത്സവമായിരുന്നു. സോ അത് രാത്രി പിന്നെ പകൽ ഫുൾ ടൈം നടക്കുന്നൊരു ഉത്സവമായിരുന്നു. സോ ഇന്നലെ ഞാൻ ഉത്സവമൊക്കെ പോയിട്ട് രാത്രി 2 മണിക്കാണ് വന്നത്. സോ അതിൻ്റെ കുറച്ച് ഫുട്ടേജസൊക്കെ ലാസ്റ്റ് വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടില്ലെങ്കിൽ ഞാൻ മുകളിൽ കാർഡിൽ തരാം, ഉറപ്പായിട്ട് പോയി കാണണം. പിന്നെ മറക്കാണ്ട് ഷെയർ ചെയ്യണം. സോ യെസ്, ഇന്ന് നമ്മൾ ഡേ ജനറലായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പിന്നെ ഒരുപാട് വീഡിയോസ്, വ്യത്യസ്തരമായ വീഡിയോസ് ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാനുള്ള ഐഡിയയിലാണ്. മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്യൂച്ചറിൽ സപ്പോർട്ട് ചെയ്യണം. സോ യെസ്, നമ്മൾ വീഡിയോക്കകത്ത് പോവാം. ഗൈസ്, അങ്ങനെ സമയം 10 മണിയൊക്കെ കഴിഞ്ഞ്. സോ ഇതുവരെ ഞാൻ ഫ്രഷപ്പ് ആയിട്ടില്ല, വീട്ടിൽ സോപ്പ് തീർന്നു പോയി. സോ ഞാനിപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു കടയിൽ പോയിട്ട് സോപ്പും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് ഞാൻ ഈ ഡേ കണ്ടിന്യൂ ചെയ്യാം. സോ യെസ്, നമുക്ക് പോവാം. It's not a game, it's a rich thing. അങ്ങനെ നടന്ന് കടയിൽ റീച്ച് ആയിക്കോണ്. സോ ഈ കട ഞങ്ങളുടെ വീടിൻ്റെ കറക്റ്റ് പുറകിലാണ്. സോ ഇപ്പോൾ ഇവിടെ പോയിട്ട് ഞാൻ സോപ്പും പിന്നെ എനിക്കിഷ്ടപ്പെട്ട നമ്മുടെ പന്നീർ സോഡയും വാങ്ങിക്കാൻ പോണ്. നമുക്ക് പോയി വാങ്ങിക്കാം. ഗൈസ്, അങ്ങനെ ഫൈനലി വാട്ട് മൈ പന്നീർ സോഡ. സോ ഇത് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് 3rd പന്നീർ സോഡയാണ്. സോ ആസ് യൂഷ്വൽ കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഒരു മാറ്റമില്ല ഗൈസ്, തമിഴ്നാട്ടിൽ എവിടെ ചെന്നാലും ഈ സാധനം മസ്റ്റ് ട്രൈ ആണ്. സോ യെസ്, ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോപ്പ് എടുത്തിട്ട് വീട്ടിൽ പോയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു എൺപക്കം വീട്ടിൽ പോയിട്ട് റെഡി ആയിട്ട് പിന്നെ യെസ്, നമ്മൾ ഡേ കണ്ടിന്യൂ ചെയ്യാം. ഗൈസ്, അങ്ങനെ ഫൈനലി കുളിച്ച് റെഡിയായി പുറത്ത് വന്ന്. സോ യെസ്, ഇപ്പോൾ നമ്മൾ പോയി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. സോ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി വലിയമ്മ ഏതാണ്ട് പുളിച്ചോറൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ബട്ട് എനിക്കത് കഴിക്കാൻ ഒരു താല്പര്യമില്ല. സോ ഞാൻ പോയി മാഗി ഉണ്ടാക്കി കഴിക്കാൻ പോവാണ്. സോ യെസ്, നമ്മൾ അകത്ത് പോയി മാഗി ഉണ്ടാക്കുന്നത് കാണാം. ഗൈസ്, അങ്ങനെ കുക്ക് ചെയ്യാൻ റെഡിയാണ്. സോ വലിയമ്മ അവിടെ ഉറങ്ങുകയാണ്. സോ ഐ എം ഗോയിങ് ടു പ്രിപ്പയർ ദ മാഗി. ഭയങ്കര ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, എല്ലാവർക്കും അറിയാം. സോ എനിക്കറിയാവുന്ന കുറച്ച് സാധനങ്ങൾ വെച്ച് ഞാൻ ഉണ്ടാക്കാൻ പോവാണ്. ആരെങ്കിലും കുക്കിംഗ് എക്സ്പേർട്ട് കാണുവാണെങ്കിൽ സോ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ക്ഷമിക്കണം. സോ യെസ്, ഞാനിപ്പോൾ ഇൻഗ്രീഡിയൻസ് കാണിക്കാം. സോ നമുക്ക് കുക്കിംഗ് തുടങ്ങാം.
സോ ഗൈസ്, അങ്ങനെ ഞാൻ വെജിറ്റബിൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പോഴാണ് ഞാൻ ഓണിയൻ കട്ട് ചെയ്തത് ആദ്യമായിട്ട്. എനിക്കങ്ങനെ ഓണിയൻ കട്ട് ചെയ്യാൻ വലിയ ഒരു നോളജൊന്നുമില്ല. സോ എനിക്കറിയാവുന്നത് ഞാനിങ്ങനെ റിങ് പോലെ കട്ട് ചെയ്ത് എളുപ്പമായിട്ട് ഇങ്ങനെ കൊച്ചു കൊച്ചു പീസസൊക്കെ ആക്കി കഴിഞ്ഞ്. സോ നിങ്ങൾ വല്ലതും പ്രൊഫഷണലായിട്ട് കുക്ക് ചെയ്തോ കട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്നെ ക്ഷമിക്കണം. സോ ഒരു ബാച്ചിലറിന് ഇതൊക്കെ പറ്റത്തുള്ളൂ. യെസ്, ഇനിയും 2-3 പച്ചക്കറികളൊക്കെ ഉണ്ട്. കട്ട് ചെയ്തിട്ട് നമുക്ക് മാഗി ഉണ്ടാക്കാം. സോ ഗൈസ്, അങ്ങനെ വെജിറ്റബിൾ കട്ടിങ്സ് ഒക്കെ കഴിഞ്ഞ് സോ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾസും പിന്നെ മാഗി പിന്നെ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. സോ നമ്മൾ നേരെ മേക്കിങ്ങിലോട്ട് പോകാം. എന്നിട്ട് കഴിച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാം.
മാഗി എന്തൊക്കെയോ ചെയ്തുണ്ടാക്കി അടുപ്പിൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ടുണ്ട്. സോ അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഒരു പ്രത്യേക കാര്യമുണ്ട്, നമ്മൾ എപ്പോൾ മാഗി ഉണ്ടാക്കിയാലും ഒരു സ്റ്റെപ്പ് എപ്പോഴും മറക്കാൻ പാടില്ല. സോ അതെന്താ ഞാൻ കാണിച്ചു തരാം. ഈ മാഗി ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലത്തെ ചെറിയ ചെറിയ നൂഡിൽസ് സെക്ഷനൊക്കെ ഇല്ലേ, അതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. സോ യെസ്, അടുപ്പിൻ്റെ മണ്ടയ്ക്ക് മാഗി ഇരിപ്പുണ്ട്. കൊതി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞ് ഇറക്കിയിട്ട് ഞാൻ ലുക്ക് കാണിക്കാം. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ മാഗി ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. സോ മേക്കിംഗ് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ യെസ്, ഇപ്പോൾ ടേബിളിൻ്റെ മുകളിൽ മാഗി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്തിട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷ് ചെയ്ത് ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും. സോ യെസ്, നമ്മൾ പോയി മാഗി കഴിക്കാം. സോ ഗൈസ്, അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ മാഗി എന്തോ എനിക്കറിയാവുന്നത്ര ഞാൻ മുട്ടയൊക്കെ യൂസ് ചെയ്ത് ഒരു മാഗി ഉണ്ടാക്കിയേക്കാണ്. സോ നമ്മൾ ഈ മാഗി ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. സോ യെസ് ഗൈസ്, ഒരു വലിയ ബൈറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് പറയാം. സീരിയസ്ലി ഗൈസ്, ഞാൻ ഇതിനകത്ത് ചേർത്ത എക്സ്ട്രാ ഒരു മസാല, വീട്ടിലുണ്ടാക്കിയ ഒരു മസാല ഉണ്ടായിരുന്നു. അതിൻ്റെ ടേസ്റ്റും നമ്മുടെ മാഗി മസാലേൻ്റെ ടേസ്റ്റും പിന്നെ ഈ മുട്ട പൊട്ടിച്ചതിൻ്റെ ടേസ്റ്റും പൊളിയാണ്. സോ ബാച്ചിലേഴ്സോ അല്ല ഇങ്ങനെ എന്നെപ്പോലെ ഏജുള്ള പിള്ളേർ ആര് വീട്ടിലുണ്ടായാലും ഇതൊന്ന് ട്രൈ ചെയ്യണം. പിന്നെ രാവിലെ ഇതുപോലെ പുളിച്ചോറും ഇങ്ങനെ ഇഷ്ടമല്ലാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മസ്റ്റ് ഇതൊക്കെ ട്രൈ ആണ്. സോ യെസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. സോ അപ്പോഴാണ് ഞാൻ എടുത്ത വീഡിയോ നിങ്ങളെ എത്തിച്ചേരും. സോ യെസ്, ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങളെ ഒന്ന് കാണാൻ. Until then, Viracally signing out. Bye.